പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഇതുവരെ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ജെറിൽ. 23 വർഷമായിട്ട് ഞാൻ ദുബൈയിൽ ജോലി ചെയ്യുന്നു. നേഴ്സായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ 2022 മെയ് മാസത്തിൽ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമാണ് ഞാനിവിടെ വന്നത്. ഹസ്ബൻഡിന് സെറിബ്രൽ ഹെമറേജ് ആയി. അപ്പോൾ ഹോസ്പിറ്റലിലായപ്പോൾ ഞാനിവിടെ വന്നു. ദൈവാനുഗ്രഹം കൊണ്ട് 1 മാസം കൊണ്ട് ബ്ലീഡിങ് എല്ലാം ഓക്കെ ആയി. ബെഡ് റെസ്റ്റ് കൊടുത്തു, എല്ലാം മാറി. ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു എങ്കിലും ഒരു കുഴപ്പമില്ലാതെ അമ്മ കാത്തു രക്ഷിച്ചു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു നിയോഗമായിരുന്നു ഹസ്ബൻഡിൻ്റെ സെറിബ്രൽ ഹെമറേജിന് വേണ്ടിയിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒപ്പം തന്നെ ആൾക്ക് ചെവിക്ക് എന്നും ചെവിയിൽ വേദനയായിരുന്നു. ചെവിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ, കാറ്റ് വീശുന്ന പോലെ വേദന. ഞാൻ ഏകദേശം ഒരു 6 മാസത്തോളം ഉടമ്പടി തൈലം എന്നും 2 ചെവിയിലും തേച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഉടമ്പടി തന്നെയാണ്. എന്നും പ്രാർത്ഥന കഴിയുമ്പോൾ, രാത്രി പ്രാർത്ഥന കഴിയുമ്പോൾ ആൾ വന്നു നിൽക്കും. എനിക്കിവിടെ തേച്ച് തരാനായിട്ട് ഞാൻ 2 ചെവികളിലും സൈഡിൽ ആൾക്ക് തേച്ച് കൊടുക്കും. ഞാൻ വന്നപ്പോൾ മറ്റൊരു നിയോഗം എൻ്റെ മൈഗ്രെയിൻ ആയിരുന്നു. 10 വർഷത്തോളം എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ആ മൈഗ്രെയിനിൽ എപ്പോൾ യാത്ര ചെയ്താലും ഉറങ്ങാതിരുന്നാലും എല്ലാം എനിക്ക് വോമിറ്റിംഗ് കഴിഞ്ഞ് അടോളെടുക്കാതെ എനിക്ക് വോമിറ്റ് ചെയ്യാതെ എൻ്റെ വേദന മാറില്ല. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ പുറത്ത് ഹോട്ടലിൽ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഞാൻ വോമിറ്റ് ചെയ്ത് തിരിച്ചിറങ്ങി വന്നു. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എല്ലാം വോമിറ്റിംഗ് ആയിരുന്നു എനിക്ക്. അതിനുശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം എനിക്ക് ഒരു സീവിയറായിട്ട് വേദന വന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ നെറ്റിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസപൂർവ്വം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നേ വരെ, ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ മൈഗ്രെയിൻ്റെ ഒരു വേദന പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ഞാൻ പലപ്പോഴും കോഴിക്കോട് എൻ്റെ മോൻ പഠിക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. കാരണം ആദ്യമായിട്ട് അവൻ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ 2 പ്രാവശ്യം പോയപ്പോഴും വൊമിറ്റ് ചെയ്ത് ഞാൻ അവശതയിലാണ് തിരിച്ച് വീടെത്തിയത്. ഇതിന് ശേഷം ഞാൻ പലവട്ടം കോഴിക്കോട് പോയി പല യാത്ര ചെയ്യുന്നു. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ തിരിച്ചു വന്ന് 2 മണിക്കൂർ മാത്രം ഉറങ്ങിയ ദിവസങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിട്ടില്ല. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ IELTS വേണ്ടിയിട്ടാണ്. ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം 10 മേലെ പ്രാവശ്യം IELTS എഴുതി തോറ്റിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും എനിക്ക് സ്പീക്കിങ്ങിന് 0.5 ബാൻഡിൽ കുറഞ്ഞിരിക്കും. 6.5 കിട്ടുകയുള്ളൂ. 7 വേണം US പോകാൻ. ഞാൻ 2007 RN പാസ്സായതാണ്. അപ്പോൾ റിട്രോഗ്രഷൻ കാരണം കൂടി എനിക്ക് പോകാൻ സാധിച്ചില്ല. 2020 വിസ അവൈലബിൾ ആയിരുന്നു. പക്ഷേ എനിക്ക് IELTS ഇല്ലാത്തതുകൊണ്ട് പോയില്ലായിരുന്നു. പലവട്ടം ഞാൻ എഴുതി മടുത്തു. ഇവിടെ വന്ന് ഞാൻ ഈ ഹസ്ബൻഡിൻ്റെ ആക്സിഡൻ്റ് സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഈ ഒരു നിയോഗം കൂടി ഞാൻ വെച്ചിരുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ IELTS എഴുതിയപ്പോൾ വീണ്ടും 1 ബാൻഡും കൂടെ താഴോട്ട് പോയി. അപ്പോൾ ഞാൻ ഓർത്തു, മാതാവ് എനിക്ക് വേണ്ടി ഇത് വെച്ചിട്ടില്ല, ചിലപ്പോൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. ഒരു വിഷമവും തോന്നിയില്ല. ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും എനിക്ക് തോന്നുന്നത്, ഞാൻ ഉടമ്പടി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ആ ഉടമ്പടി തീരുന്ന പ്രാവശ്യം എനിക്ക് മനസ്സിലിങ്ങനെ തോന്നുക, വീണ്ടും IELTS എഴുതണം എന്ന് 8 മാസത്തിന് ശേഷം. അപ്പോൾ എനിക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടായില്ല. കാരണം എൻ്റെ മോൻ ഓൾറെഡി 21 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവന് ഒരേ ഒരു മോനുള്ളൂ. അവന് ഇനി വിസ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് അമേരിക്ക പോണേ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഓർത്ത്, മാതാവ് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നതല്ലേ, എൻ്റെ മനസ്സിൽ തോന്നാണല്ലോ. ഞാൻ 2 പ്രാവശ്യവും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവസാനം അറിയാതെ പറഞ്ഞു പോകും IELTS പാസ്സാവണേന്ന്. എന്താണോ ഇങ്ങനെ 2 പ്രാവശ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരണേന്ന് ഓർത്ത്, 2 ദിവസം വരണേന്ന് ഓർത്ത് 3-ാം ദിവസം ഞാൻ എൻ്റെ ഏജൻസിക്ക് ഒരു മെയിൽ ചെയ്യാം, എനിക്ക് തുടരാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഏജൻസി എനിക്ക് മെസ്സേജ് ചെയ്തേക്കുന്നു, PT എക്സാം നിനക്ക് വേണമെങ്കിൽ എഴുതാം, അത് ട്രൈ ചെയ്ത് നോക്ക്, ഇതിന് ഇനിയും ചാൻസ് ഉണ്ടെന്ന്. എനിക്ക് തോന്നി അത് മാതാവ് എന്നോട് പറയുന്ന പോലെ. ഞാൻ വീണ്ടും PT എക്സാമിന് പ്രത്യേകിച്ച് കോച്ചിങ്ങിനൊന്നും പോയില്ല. അന്ന് IELTS ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നു. 1 മന്ത് ഞാൻ തന്നെ യൂട്യൂബ് നോക്കി പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ആദ്യമേ തന്നെ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു, 24 ജൂൺ എന്ന്. 24 ജൂൺ ഇട്ട് ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 22 ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എടുത്തത് ഒരു ഓൺലൈൻ എക്സാം, വീട്ടിലിരുന്ന് എഴുതുന്ന എക്സാമാണ്, അത് വാലിഡ് അല്ലാന്ന്. ഞാൻ ഓർത്തു, മാതാവിനോട് ഞാൻ പറഞ്ഞ ഡേറ്റ് ആണ്, അത് ഞാൻ തെറ്റിക്കില്ല, ഞാൻ ആ പൈസ പോയാൽ അത് ക്യാൻസൽ ചെയ്ത് സെൻറ്റർ എക്സാം ഞാൻ വീണ്ടും എടുത്തു 24 എന്ന ഡേറ്റിൽ തന്നെ.
ഞാൻ പോയി എഴുതി. അവിടെ ചെന്നപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ആദ്യം ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എസ്സേ ഒക്കെ 20 മിനിറ്റ്സിനുള്ളിൽ 200 വേർഡ് എഴുതാൻ ഇച്ചിരി ടഫായിരുന്നു. ആദ്യത്തെ 2 എസ്സേ എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ എസ്സേ എഴുതിയപ്പോൾ ഞാൻ സ്ലോ ആയിരുന്നു. അത് മാത്രമല്ല 196 വേർഡ് ഞാൻ കണ്ടുള്ളൂ. അപ്പോഴേക്കും ലാസ്റ്റ് 1 സെക്കൻഡ് ആയിപ്പോൾ സേവ് ആയി പോയി. ഞാൻ വിചാരിച്ചു ഞാൻ അതിൽ 0 ആയിരിക്കും എനിക്ക് മാർക്ക് കിട്ടണേ. കാരണം 200 വേർഡ്സിൽ താഴെ പോയാൽ 0 എന്ന് പല ട്യൂട്ടേഴ്സും പറയണ കേട്ടിട്ടുണ്ട് അതിൽ യൂട്യൂബിൽ. അപ്പോൾ റിസൾട്ട് വന്ന് അന്ന് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് റിസൾട്ട് വന്നതായിട്ട് കണ്ടു. ഞാൻ നല്ലൊരു സ്കോറിൽ പാസ്സായി. ഞാൻ ഏജൻസിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ പ്രയോറിറ്റി ഡേറ്റ് അനുസരിച്ച് 2020 നിൻ്റെ വിസ. അപ്പോൾ ഇനി 1.5 ഇയേഴ്സ് പിടിക്കും നിനക്ക് ഇനി വിസ ആവാനായിട്ട്. നീ റിക്വസ്റ്റ് ചെയ്താൽ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കണം എന്ന്. ഞാൻ I-140 വേണ്ടി അപ്ലൈ ചെയ്തു. 6 ദിവസം കൊണ്ട് അവർ എന്താണ് പ്രവർത്തിച്ചത്? മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. I-140 6 മാസത്തിൻ്റെ സ്റ്റേജിലൂടെ കടന്നു പോകേണ്ട പ്രോസസ്സ് എനിക്ക് വെറും 6 ദിവസം കൊണ്ട് 30 ഓഗസ്റ്റിന് തുടങ്ങിയത് 6 സെപ്റ്റംബറിൽ എനിക്ക് എൻ്റെ അപ്രൂവലായി വന്നു. അതിനുശേഷം ഞാൻ 13 അത് കഴിഞ്ഞപ്പോൾ ഏജൻസി വീണ്ടും മെസ്സേജ് അയച്ചു റിട്രോഗ്രഷനിലേക്ക് പോവുകയാണെന്ന്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കോൺസുലേറ്റിലേക്ക് എത്തുന്ന രീതിയിൽ എൻ്റെ ഇൻ്റർവ്യൂ ആവണം, എൻ്റെ ഫയൽ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അത് എനിക്ക് എങ്ങനെ നടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട്. അന്ന് ഡേറ്റ് ഇട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ജൂൺ 2024 എനിക്ക് വിസ അടിച്ച് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ഒരാഴ്ച ആയപ്പോഴേക്കും NVC വെൽക്കം ലെറ്റർ വന്നു. പിറ്റേ മാസം തന്നെ DS 260 എന്ന് പറഞ്ഞ ഫോം ഫില്ല് ചെയ്യാൻ വന്നു. അതിനുശേഷം അത് ഫില്ല് ചെയ്ത് കൊടുത്ത് മാതാവിൻ്റെ പ്രത്യേക ദിവസമായ ഡിസംബർ 7-ാം തീയതി എൻ്റെ ഫയൽ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് എന്ന് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഓർത്തു മാതാവ് ഏറ്റെടുത്തു. പക്ഷേ എനിക്കൊരു വിഷമം തോന്നി. ഞങ്ങൾ 3 പേര് ഫോം ഫില്ല് ചെയ്തു, ഞാനും എൻ്റെ ഹസ്ബൻഡും മകനും. പക്ഷേ മകൻ്റെ പേര് 21 ഇയേഴ്സ് ആയതുകൊണ്ട് അതെന്നും പോയിരുന്നു. പക്ഷേ ഞാൻ ഫോം ഫില്ല് ചെയ്തു. ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയത് ഡിസംബർ 7 ആയതുകൊണ്ട് മാതാവ് അതിൽ ഇടപെടുമല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഇത് കഴിഞ്ഞ് അവൻ്റെ ഇൻ്റർവ്യൂ ലെറ്റർ വന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഇൻ്റർവ്യൂ ലെറ്റർ ആദ്യം തന്നെ അബുദാബി കോൺസുലേറ്റിലാണ് കൊടുത്തത്. അബുദാബി കോൺസുലേറ്റ് ഒത്തിരി ഡിലേ ആയിരുന്നു. 1.5 വർഷം ഡിലേ വരുമെന്ന് കേട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഇവിടെ എനിക്ക് ബോംബെ കോൺസുലേറ്റിനെ കുറിച്ച് അങ്ങനെ മനസ്സിലായി. ഞാൻ ഫയൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. 1 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. 20 മെയ്ക്കാണ് എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. ഞാൻ ഇവിടെ 1 മെയ്യിലാണ് ഞാൻ ഇവിടെ ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയത്. ഓൺ ദ വേയിൽ ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ മാതാവിൻ്റെ രൂപം ഞാൻ സ്വപ്നത്തിൽ കണ്ടു. 1-ാം തീയതി ഞാനിവിടെ വന്നു. എൻ്റെ ഇൻ്റർവ്യൂ ലെറ്ററും എൻ്റെ മകൻ്റെ പാസ്പോർട്ടും ഞാൻ മാതാവിൻ്റെ അടുത്ത് കാണിച്ചിട്ട് ഞാൻ പോയി. അച്ഛനെ കാണാൻ എനിക്ക് സാധിച്ചില്ല. കാരണം അതൊരു വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞായറാണോ മെയ് 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ അച്ഛനെ കാണുന്ന ദിവസമല്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് 4 കെട്ട് കൃപാസനം പത്രം വാങ്ങിച്ചു. ഞാൻ ഓൺ ദ വേ തന്നെ ഹോസ്പിറ്റലെല്ലാം കൊടുത്ത് ഞാൻ വീട്ടിൽ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് മകന് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒത്തിരി പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിച്ച് അവന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് അവൻ ഇൻ്റർവ്യൂ ഡേറ്റിന് വേണ്ടി കിട്ടി. പക്ഷേ ഇൻ്റർവ്യൂ ഡേറ്റിന് അവിടെ ചെന്നു. ബയോമെട്രിക്സ് എല്ലാം അവന് ചെയ്തു ഞങ്ങളുടെ ഒപ്പം തന്നെ. പക്ഷെ അവന് വിസ അപ്രൂവ് ആയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും വേദനിക്കുന്നില്ല. കാരണം മാതാവ് എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തത് ഞാൻ ക്ലോസ് ചെയ്ത് ഞാൻ IELTS എഴുതുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്തതെന്നാണ് വീണ്ടും എൻ്റെ മനസ്സിലെ PT എക്സാം. അതുപോലെ ഈ മകൻ്റെ ഓപ്പൺ ക്ലോസ് ആയ ഈ ഫയലും മാതാവ് തുറക്കും. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതുവരെ ഞാൻ എല്ലാ ഡേറ്റിലും ഞാൻ പറഞ്ഞ ഡേറ്റ് എല്ലാം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും മാതാവ് തരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഡേറ്റ് ഇട്ടത് ജൂൺ 24 ആയിരുന്നു. അപ്പോൾ എനിക്ക് മെയ് ഞാൻ വിചാരം ഉണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു മെയ് തന്നെ എങ്കിലും ഉള്ളിൽ എനിക്ക് വിസ അടിച്ച് കിട്ടുമെന്ന്. അപ്പോൾ വിസ ഓൾറെഡി അടിച്ചു. പക്ഷേ എനിക്ക് പാസ്പോർട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം വിസ അടിച്ചു എന്ന് മെസ്സേജ് വന്നു. അതിൽ ഓൾറെഡി പ്രിൻ്റായി. എനിക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല പാസ്പോർട്ട്. എനിക്ക് നെക്സ്റ്റ് വീക്കിൽ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യേണ്ടത് കൊണ്ട് ഞാനത് പാസ്പോർട്ട് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. മാതാവിൻ്റെ അടുത്ത് പാസ്പോർട്ടുമായി വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചില്ല. പിന്നെ എനിക്ക് അതിൽ കൂടുതൽ പറയാനുള്ളത്, എൻ്റെ അഞ്ചത്തിയുടെ മകൻ, എൻ്റെ അഞ്ചത്തി 2 വർഷം മുമ്പ് എന്നെ വിട്ടുപോയി. അപ്പോൾ
അവരുടെ മകന് പഠിക്കാൻ ഇച്ചിരി വിഷമായിരുന്നു. അവന് ഭയങ്കര വിഷമം കൊണ്ടൊന്നും പഠിക്കുന്നില്ലായിരുന്നു. അവൻ്റെ 10ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, മോഡൽ എക്സാമിന് അവന് 2 പ്രാവശ്യം ഫെയിലായി, ഒന്നിനും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. കാരണം 2 പ്രാവശ്യത്തെ ഉടമ്പടിയിലും ഞാൻ മാതാവിനോട് ഈ കാര്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവ് എനിക്ക് തരും, ആ ഒരു വിശ്വാസം മാത്രം, വേറെ ഒന്നും എനിക്കുണ്ടായില്ല. കരഞ്ഞ് ഞാൻ മാതാവിനോട് എൻ്റെ മകന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞാൻ പറഞ്ഞു, മാതാവേ അവൻ അമ്മയില്ല, അമ്മയാണ് ഇനി മുതൽ അവൻ്റെ അമ്മ, അവനെ ഏറ്റെടുത്ത് അവൻ്റെ എല്ലാം ജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്നപ്പോഴാണ് CBSE റിസൾട്ട് വന്നു. അവൻ പാസ്സായി, നല്ലൊരു മാർക്കോടുകൂടി അവൻ ആഗ്രഹിച്ച ഗ്രൂപ്പ് തന്നെ അവന് വേറൊരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി. പിന്നെ എൻ്റെ മകൻ പല BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനാറ്റമി ഫിസിയോളജി ഒക്കെ ഒത്തിരി ടഫായിരുന്നു. അങ്ങനെ അതിനെല്ലാം അവന് പാസ്സായി കിട്ടി. ഞാൻ എന്ത് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ നിയോഗങ്ങളും കോവിഡ് ടൈമിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. കോവിഡ് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്ക് സാധിച്ചു തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ മാക്സിമം ഞാൻ പള്ളിയിൽ പോവാറുണ്ട്. ഡെയിലി ഞാൻ പള്ളിയിൽ പോവാറുണ്ട്. ഞാൻ മറ്റുള്ളവരെ എൻ്റെ മുമ്പിൽ ആരും കൈ നീട്ടിയാലും പറ്റുന്ന രീതിയിലെല്ലാം സഹായിക്കാറുണ്ട്. അത് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പറ്റുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിലെ എല്ലാ ഉടമ്പടി ധ്യാനം കാണും, ഞാൻ ഷെയർ ചെയ്യും. ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇടുന്നത് എപ്പോഴും മാതാവിൻ്റെയാണ്. ഞാൻ ആ ദിവസം അതിൽ സ്റ്റേറ്റസ് ഇട്ട് മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം മറ്റുള്ളവരെ അറിയിക്കും. പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ കൃപാസനത്തെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായതുകൊണ്ട് അതൊരു ജീറിയാട്രി സെൻ്റർ ആയതുകൊണ്ടും ഞാൻ ഏത് പ്രവൃത്തി ഏത് പേഷ്യൻറ്റിനെ നോക്കുമ്പോഴും ഞാൻ ദൈവത്തെ ഓർത്ത് ഞാൻ എൻ്റെ വേല ചെയ്യാറുണ്ട്. മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാവർക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ ഒരു സാക്ഷ്യത്തിൽ ഉടമ്പടിയുടെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇതിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് ഇതിൽ നിലനിൽക്കുന്നവർക്കറിയാം. അതായത് നമ്മളൊരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗം എത്രയും വേഗം അല്ലെങ്കിൽ സംഭവിക്കാനിരുന്നൊരു മനുഷ്യയുക്തിയിലുള്ളൊരു സമയത്തിനേക്കാളും വേഗത്തിൽ ഒരു കാര്യം ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ സമയമെടുക്കാവുന്ന 10-15 ദിവസം എടുക്കാവുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ ക്രമപ്പെട്ടു എന്നും 1 മാസം പോലും മുമ്പ് തന്നെ കാര്യങ്ങൾ ക്രമം, അപ്പം അങ്ങനെ പല സമയത്തിനും ഒരു റെഫറൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഉടമ്പടിയുടെ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. രണ്ടാമത്തത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 7-8 പ്രാവശ്യം IELTS എഴുതിയിട്ട് അതിൽ വിജയിക്കാനായിട്ട് സാധിക്കാതിരുന്ന ഒരാളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അതായത് നമ്മുടെ കഴിവിനേക്കാളും അപ്പുറം ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണമെന്നുള്ളൊരു നിലപാടിൽ അത് യുക്തിയിൽ ചിന്തിക്കുമ്പോൾ തന്നെ അത് വ്യക്തവുമാണ്. അപ്പം അങ്ങനെ ഒരു നിലപാടിൽ മുന്നോട്ട് പോകും. അത് അമ്മ തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ഇപ്പോൾ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടതനുസരിച്ച് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മാതാവ് തന്നെ IELTS ജയിക്കണമെന്ന രീതിയിൽ മനസ്സിൽ തോന്നിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച് പിന്നീട് കാര്യങ്ങൾ ക്രമപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പം വെച്ച നിയോഗങ്ങളിലൊക്കെയും ഇതുപോലെ ദൈവികമായൊരു ഇടപെടലുണ്ടായി, വ്യക്തമായിട്ട് മനസ്സിൽ തന്നെ ഒരു നോട്ട് മാതാവ് കൊടുക്കുന്നുണ്ട്. അപ്പം ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുവാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സാക്ഷ്യം ഉണ്ടാവുന്നത്. അപ്പം ഉടമ്പടിയുടെ ഈ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.